സ്വരവന്ദനത്തിലേക്ക് സ്വാഗതം. വിവിധ രാഗങ്ങളിൽ താളലയങ്ങളിൽ ചിട്ടപ്പെടുത്തിയിരിക്കുന്ന എത്രയോ പാട്ടുകൾ നമ്മെ ആസ്വദിപ്പിച്ചിട്ടുണ്ട്. വ്യത്യസ്ത രാഗങ്ങളിൽ ഒരുക്കിയ പാട്ടുകളെക്കുറിച്ച് നമ്മളോട് പറയുവാനും പാടുവാനുമായി ഏറെ പ്രിയപ്പെട്ട രണ്ട് സുഹൃത്തുക്കൾ ഇന്ന് കൂടെയുണ്ട്. ശ്രീരേഖ, നമസ്കാരം. കീർത്തി, നമസ്കാരം. ആദ്യം ഒന്ന് സ്വയം പരിചയപ്പെടുത്തിക്കോളൂ. ശ്രീരേഖ. നമസ്കാരം, എൻ്റെ പേര് ശ്രീരേഖ. ജനനം കൊണ്ട് തൃശ്ശൂർ സ്വദേശിനിയാണ്. ഇപ്പോൾ വിവാഹത്തിന് ശേഷം തൃപ്പൂണിത്തുറയിലാണ്. ഇപ്പോഴും ഒരു സംഗീത വിദ്യാർത്ഥിനിയായിട്ട് തുടരുകയാണ്. ശ്രീരേഖ ഒട്ടേറെ സ്റ്റേജ് പ്രോഗ്രാമുകൾ സ്ഥിരമായി പാടുന്ന കുട്ടിയാണ്. പിന്നെ ആൽബംസും സ്റ്റുഡിയോ റെക്കോർഡിങ്ങും ഒക്കെ ആയിട്ട് ഞങ്ങളും ഒന്നിച്ച് കുറേ പാട്ടുകൾ വർക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ? കീർത്തി. നമസ്കാരം, എൻ്റെ പേര് കീർത്തി. ഞാൻ തൃപ്പൂണിത്തുറ സ്വദേശിനിയാണ്. ഇപ്പോൾ തിരുവനന്തപുരത്ത് താമസിച്ചു വരുന്നു. കുറച്ച് കുട്ടികളെയൊക്കെ പാട്ട് പഠിപ്പിക്കുന്നുണ്ട്. സംഗീതത്തിൻ്റെ ഒരു തീരത്തുള്ള ഒരു വിദ്യാർത്ഥിനി തന്നെയാണ് ഞാനും. ഇതൊരു എഞ്ചിനീയറാണ്. കുറച്ച് വർഷം എഞ്ചിനീയറിംഗ് കോളേജ് പഠിപ്പിക്കുകയായിരുന്നു. പക്ഷേ ഞങ്ങൾ രണ്ടുപേരും കൂടുതലായിട്ട് സംഗീതം ഒരുമിച്ച് പാടുന്നതിലുപരി സംഗീതത്തിനെ പറ്റി ചിന്തിക്കുകയും അതിൽ വർക്ക് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരുമാണ്. പഠിക്കുന്ന, ഒബ്സർവ് ചെയ്യുന്ന, റിസർച്ച് ചെയ്യുന്നവരാണ് അല്ലേ? ശരിക്കും സംഗീതം ശാസ്ത്രീയമായി പഠിച്ചവരായിക്കോട്ടെ അല്ലാത്തവരായിക്കോട്ടെ പാട്ട് കേൾക്കാൻ പൊതുവെ എല്ലാവർക്കും ഇഷ്ടമാണ്. ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് സോഷ്യൽ മീഡിയയിലൂടെ, ടെലിവിഷൻ പ്രോഗ്രാമുകളിലൂടെ ഒക്കെ കുറേയും കൂടെ ഇൻഫോർമേറ്റീവായിട്ടുള്ള പലതരത്തിൽ വിഷയങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ കുറേ പേർക്കൊക്കെ ഒരു പാട്ട് കേട്ടാൽ അത് ഈ രാഗമാണ് എന്നൊക്കെ മനസ്സിലാകുന്നതൊരു സൗകര്യം കൂടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മുടെ ഈ ചർച്ചയും അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു പ്രോഗ്രാമും അത്തരത്തിൽ ഗുണം ചെയ്യട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. കാരണം ഞാൻ നിങ്ങളുടെ അത്രയൊന്നും സംഗീതം പഠിച്ചിട്ടുള്ളതിനെ കുറിച്ച് അറിയുന്ന ഒരാളല്ല. അപ്പോൾ എനിക്ക് പാട്ടുകൾ എഴുതാൻ ഇഷ്ടമാണ്, പാട്ടുകൾ കേൾക്കാൻ, അതിലെ വരികളും ഈണവും ഒക്കെ മനസ്സിലാക്കാനൊക്കെ ഇഷ്ടമാണ്. കൂടുതൽ എനിക്കും പഠിക്കാനൊരു അവസരമാകുന്നു ഇതെന്ന് കരുതുന്നത്. സ്വരവന്ദനം എന്ന ഈ പരിപാടിയുടെ ഓരോ എപ്പിസോഡിലും ഓരോ രാഗത്തെ ആസ്പദമാക്കി നമുക്ക് ചർച്ച ചെയ്യാം. ഇന്ന് ഏറെ ജനപ്രിയമായ ഒട്ടേറെ പാട്ടുകൾ ഒരുക്കപ്പെട്ട കല്യാണി എന്ന രാഗത്തെക്കുറിച്ച് പറയാം. എന്താണ് കല്യാണി രാഗത്തെക്കുറിച്ചൊരു സംഗീത അധ്യാപികയും ഗായികയും സംഗീത വിദ്യാർത്ഥിനിയൊക്കെ ആയിട്ടുള്ള കീർത്തിക്ക് പറയാനുള്ളത്? നമ്മൾ രാഗം എന്ന് പറയുമ്പോൾ രഞ്ജയതി ഇത് രാഗം എന്നാണ്. അതായത് മനസ്സിനെ രഞ്ജിപ്പിക്കുന്നത് എന്തോ അത് രാഗം. അപ്പം അതിനകത്ത് പല സ്വരങ്ങളുടെ ഒരു കോമ്പിനേഷൻസ് ഒക്കെ വരുന്ന ഒരു സ്കെയിൽ, അതിന് നമ്മൾ രാഗം എന്ന് പറയുന്നു. ഇപ്പം കല്യാണി എന്ന് നമ്മൾ സ്പെസിഫിക് ആയിട്ട് പറയുമ്പോൾ കല്യാണി വളരെയധികം മനോരഞ്ജകമായൊരു രാഗമാണ്. കല്യാണി കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷം, ഒരു ഉണർവൊക്കെ തോന്നുന്ന ഒരു രാഗമാണ്. അപ്പോൾ കല്യാണി നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുമ്പോഴും കുട്ടികൾക്ക് എളുപ്പം പഠിക്കാൻ പറ്റിയൊരു സ്കെയിലാണ് കല്യാണി. അതായത് മേളകർത്താ രാഗങ്ങൾ 72 ഉള്ളതിൽ വ്യത്യസ്തമായിട്ടുള്ള രാഗങ്ങളിൽ ഒരു പക്ഷേ ഏറ്റവും ആദ്യം പരിചയപ്പെടുത്താവുന്ന കുറച്ചുകൂടെ ലളിതമായിട്ടുള്ള ഈസി ആയിട്ട് ആളുകൾക്ക് കൺവേ ചെയ്യപ്പെടുന്ന രാഗമാണ് അല്ലേ? മാത്രമല്ല, കല്യാണി എന്ന് പറയുന്നത് പാർവതി ദേവിയുടെ മറ്റൊരു പേരാണ്. അതുകൊണ്ട് തന്നെ തികച്ചും മംഗളകരമായിട്ടുള്ള ഒരു രാഗമായിട്ട് നമുക്ക് കല്യാണി കണക്കാക്കാം. അതെ. ശാസ്ത്രീയമായിട്ട് നമ്മൾ കാണുമ്പോൾ ശാസ്ത്രീയ സംഗീതം പഠിച്ചവർക്ക്, കർണാടക സംഗീതം അറിയുന്നവർക്ക്, ഹിന്ദുസ്ഥാനി അറിയുന്നവർക്ക് പാട്ടുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞു തരാൻ സാധിക്കില്ല. അപ്പോൾ കല്യാണി രാഗവുമായി ബന്ധപ്പെട്ട് അങ്ങനെ പറയാവുന്ന കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ്? കല്യാണിയിൽ ചില സ്വരങ്ങൾക്ക് ഒരു പ്രത്യേക ഒരു സ്റ്റാൻഡ് ഉണ്ട്. അതായത് വളരെ സിഗ്നിഫിക്കൻ്റ് ആണ് ആ സ്വരങ്ങൾ. ഇപ്പോൾ നിരിഗ നിരിമാ നിരിഗ അപ്പോൾ നമ്മൾ മേളകർത്താരാഗങ്ങൾ ഒരുപാടുണ്ട്, 72 ഉണ്ടെങ്കിലും അതിലെ ആ സ്വരങ്ങളുടെ ഒരു സ്ട്രക്ചർ വെച്ച് എല്ലാം പ്ലീസിങ് ഫീലിംഗ് അല്ല തരുന്നത്. ഈ കല്യാണിയിൽ ഋഷഭം അല്ലെങ്കിൽ അങ്ങനെ ഏത് സ്വരം എടുത്താലും നമുക്ക് ഒരു സന്തോഷം വരുത്താനുള്ള ഒരു കേപ്പബിലിറ്റി ആ രാഗത്തിനുണ്ട്. കല്യാണി ശരിക്കും 65ാമത്തെ മേളകർത്താ രാഗമാണല്ലോ. അപ്പോൾ നമ്മൾ വായിച്ചതിലും കേട്ടതിലൊക്കെ കല്യാണി എന്ന പേരിൽ തന്നെ വേറെയും ചില രാഗങ്ങൾ കേട്ടിട്ടുണ്ട്. ഒന്ന് വിശദമാക്കാമോ? കല്യാണി എന്ന് തീരുന്ന പേരുള്ള കുറേ രാഗങ്ങളുണ്ട്. അതെല്ലാം
പൊതുവെ ഈ ലൈറ്റ് മ്യൂസിക് സിനിമ പാട്ടിനെല്ലാം സൂട്ട് ചെയ്യുന്ന രാഗങ്ങളാണ്. ഓ അതിൽ ആദ്യത്തേത് ഹമീർ കല്യാണി. ഓ ഇത് കുറച്ച് ഞാൻ പറയുകയാണെങ്കിൽ ഹിന്ദുസ്ഥാനി ഇൻഫ്ലുവൻസിൽ വന്ന ഒരു രാഗമാണ് ഹമീർ കല്യാണി. ആ അപ്പോൾ വേറൊരു ഫ്ലേവറാണ്. കല്യാണിയാണ്, ഉവ്വ്. കല്യാണിയുടെ ഒരുപാട് പ്രയോഗം അതിലുണ്ട്, പക്ഷെ എന്നാ ഒരു വ്യത്യസ്തമായൊരു ഫീല് കിട്ടുമായിരുന്നു. അതെ അതെ. അതുപോലെ മോഹന കല്യാണി, അത് ആരോഹണത്തിൽ മോഹനം, തിരിച്ചു വരുമ്പോ കല്യാണി. സരിഗ പദ സനിധ പമഗരി സ. കല്യാണി രാഗത്തെക്കുറിച്ച് വായിച്ച് കേട്ട അല്ലെങ്കിൽ അറിഞ്ഞു കേട്ടതിലൊക്കെ മേച്ച കല്യാണി എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ തന്നെ കല്യാണി എന്ന പേരിൽ വേറെയും ചില രാഗങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഓരോന്നും ഒന്ന് വിശദമായിട്ട് പറയാമോ? കല്യാണിയുടെ കൂട്ടാളികൾ എന്ന് വേണമെങ്കിൽ നമുക്ക് അവരെ വിശേഷിപ്പിക്കാം. എന്തെങ്കിലുമൊക്കെ തരത്തിൽ കല്യാണിയുടെ ഛായ വരും, എന്നാൽ വേറൊരു ഫ്ലേവർ വരുന്ന രാഗങ്ങളാണ്. അതിൽ ഒന്നാമത്തേത് ഹമീർ കല്യാണി. ഹമീർ കല്യാണി ഏകദേശം ഒരു ഹിന്ദുസ്ഥാനി സംഗീതത്തിന്റെ ഇൻഫ്ലുവൻസിൽ വന്ന് കർണാടക സംഗീത കച്ചേരികളിലെല്ലാം ഇപ്പൊ പൊതുവെ പാടാറുള്ള ഒരു രാഗമാണ് ഹമീർ കല്യാണി. ഒരുപാട് കൃതികളുണ്ട്. രണ്ടാമത് വരുന്നത് കുറച്ച് ഇപ്പോ സ്വാതി തിരുനാളിന്റെ തന്നെ ഒരു ഫേമസ് കൃതി ഹമീർ കല്യാണിയിലുണ്ട്. ഗാംഗേയ വസനധര വേറൊരു രാഗം മോഹന കല്യാണി. മോഹന കല്യാണി ആരോഹണത്തിൽ മോഹനം, തിരിച്ചു വരുമ്പോൾ കല്യാണി, അതാണ് മോഹന കല്യാണി. അതും വളരെ പ്ലസന്റ് ആയിട്ടുള്ള ഒരു രാഗമാണ്. തില്ലാനകളുണ്ട്, കൃതികളുണ്ട്, ഒരുപാട് ഉണ്ട്. യമുന കല്യാണിയിലെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു കൃതിയാണ് കൃഷ്ണാനി ബേഗനെ ബാർ. ഡാൻസിനും അതെ, പാട്ടിനും അതെ, ഒരുപാട് ആൾക്കാരെ ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തിയിട്ടുള്ള ഒരു കൃതിയാണ്. അതെ. കൃഷ്ണാനി ബേഗനെ ബാരോ കൃഷ്ണാനി ബേഗനെ ബാരോ 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 കൃഷ്ണാനി ബേഗനെ ബാരോ. നമ്മൾ കല്യാണി രാഗത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് കണക്റ്റഡ് ആയിട്ടുള്ള പല വിഷയങ്ങളിലൂടെയാണ് അല്ലേ, ആലാപനങ്ങളിലൂടെയാണ് സഞ്ചരിക്കുന്നത്. തിരിച്ചു വന്നാൽ ഏറ്റവും കൂടുതൽ ജനപ്രിയമാക്കുന്നതിൽ, രാഗങ്ങളെ ഏറ്റവും കൂടുതൽ ശ്രോതാക്കളുമായിട്ട് അടുപ്പിക്കുന്നതിൽ ചലച്ചിത്ര ഗാനങ്ങൾക്ക് ഒപ്പം ചലച്ചിത്രേതര ഗാനങ്ങൾ എന്ന് പറയാവുന്ന ഇപ്പോൾ ആൽബം, ഡിവോഷണൽ സോങ്സ്, അത്തരത്തിലുള്ള പാട്ടുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. സിനിമാ പാട്ടുകളിൽ ഏറ്റവും സുപരിചിതമായിട്ടുള്ള കല്യാണി രാഗത്തിൽ ചിട്ടപ്പെടുത്തിയ പാട്ടുകളെക്കുറിച്ചാവാം ഇനി ഏതൊക്കെയാണ് എടുത്ത് പറയാവുന്നത്? എനിക്ക് തോന്നുന്നു ആദ്യം നമ്മൾ തമിഴ് ഗാനത്തെ കുറിച്ച് പറയാം. കാരണം നമ്മളുടെ മനസ്സിനെ ഒരുപാട് സ്പർശിച്ചിട്ടുള്ള ഒരു ഗാനമാണ് കല്യാണി രാഗത്തിലുള്ളത്. അമ്മ என்றழைக்காத உயிரில்லையே, അമ്മാവേ വണങ്ങാத ഉയർവില്ലയേ. ഈ പാട്ട് മാതൃഭക്തി വളരെയധികം നിറഞ്ഞാണ്. അതിൻ്റെ ഓഡിയോ സൈഡിൽ തന്നെയും അതിൻ്റെ വിഷ്വലൈസേഷൻ തന്നെയും അല്ലേ. രജനീകാന്ത് സാർ മന്നൻ എന്ന സിനിമയിലെ പാട്ടാണ്. ദാസേട്ടൻ പാടിയ പാട്ട്, വാലി അദ്ദേഹം രചിച്ച്, ഇളയരാജ സാറാണ് സംഗീതം. അതെ, വളരെ ഹൃദ്യമായിട്ടുള്ള ഒരു പാട്ടാണ്. കല്യാണി രാഗത്തിലാണ് അല്ലേ. വേറെ എനിക്ക് തോന്നുന്നു ഈ ഉന്നയല്ലാൽ എന്നൊരു കൃതി, അതൊന്ന് ഓർക്കുന്നുണ്ടോ? പാടാനായിട്ട് പറ്റുമോ? കല്യാണിയാണത് രാഗം അല്ലേ? ഒന്ന് വേറെ ഗതിയില്ലേ അമ്മ, ഇല്ലേ അമ്മ, അല്ലാതെ എനിക്ക് വേറൊരു ഗതിയില്ല. അതെ. വേറെ ഗതിയില്ലേ അമ്മ, ഉലകെല്ലാം തീന്ദ്ര അന്നൈ. അങ്ങനെയാണ്. നിങ്ങൾക്ക് അറിയുമോ എന്നറിയില്ല, കിലുക്കം എന്ന ഹിറ്റ് സിനിമയുണ്ടല്ലോ. ആ സിനിമയിൽ നമുക്കറിയാവുന്ന പാട്ടുകൾ കിരികിൽ പമ്പരം, മീനവേനൽ ഒക്കെയാണ്. ഈ പാട്ട് ആ സിനിമയിലെ കാസറ്റിൽ വന്നിട്ടുണ്ട്. ആക്ച്വലി സിനിമയിൽ വിഷ്വലൈസ് ചെയ്ത് വരാത്തതുകൊണ്ട് അറിഞ്ഞില്ല.
ഒരു പക്ഷേ യൂട്യൂബിൽ ഇപ്പോഴും നോക്കിയാൽ ഈ പാട്ട് എം ജി ശ്രീകുമാർ സാർ പാടിയിട്ട് ഈ പാട്ട് കേൾക്കാൻ പറ്റും. എനിക്ക് ഔസേപ്പച്ചൻ സാറിന്റെ ഒരു മനോഹരമായിട്ടുള്ള ഒരു ഗാനമുണ്ട്. അതിന്റെ ആദ്യത്തെ കുറച്ച് വരികൾ കല്യാണി രാഗത്തിനെ ബേസ് ചെയ്തിട്ട് ചെയ്തിട്ടുള്ളത്. അതെ. മൗനം സ്വരമാം എൻ പൊൻവീണയിൽ സ്വപ്നം മലരാ ഈ കൈക്കുമ്പിളിൽ. ഇനിയും ഉണ്ടാകും നിരവധി പാട്ടുകൾ. സിനിമാ ഗാനങ്ങളിൽ പിന്നെ ഏതൊക്കെയാണ് കല്യാണിയിലെ പ്രശസ്തമായിട്ടുള്ള ഓർക്കാവുന്ന പാട്ടുകൾ? പഴയ ഒരു മനോഹരമായിട്ടുള്ള ഗാനമുണ്ട്. സ്വർഗനന്ദിനി സ്വപ്നവിഹാരിണി ഇഷ്ടദേവതേ സരസ്വതി ഇഷ്ടദേവതേ സരസ്വതി. നവരാത്രിയായാലും നമ്മൾ ഈ സരസ്വതി ഗീതങ്ങൾ വീണ്ടും വീണ്ടും കേൾക്കുമ്പോൾ നവരാത്രി കാലത്ത് മാത്രമല്ല എല്ലാ കാലത്തും ശ്രീകുമാരൻ തമ്പി സാർ രചിച്ച ലങ്കാദഹനത്തിലെ MS വിശ്വനാഥ് സാർ സംഗീതം നൽകിയ ഈ പാട്ട് അല്ലേ, സ്വരമായി നാവിൽ നാദമായി തന്ത്രിയിൽ പദമായി തൂവലിൽ വാണരുളുക നീ അല്ലേ, വാണിമണി വരദായിനി. എന്ത് രാഗവും നീയേ, താളവും നീയേ, ഭാവവും ലയും ശ്രുതിയും നീയേ. എത്ര മനോഹരമായ രചന കൂടിയാണ്. ഈ രാഗത്തില് മറ്റൊരു ഫ്ലേവറിൽ വിദ്യാസാഗർ സാർ ചെയ്തിട്ടുള്ള ഒരു പാട്ടുണ്ട്. വെള്ളി നില തുള്ളികളോ തെല്ലലിയും ചന്ദനമോ. ഇത് പറഞ്ഞത് നന്നായിട്ടോ, കാരണം ഈ പാട്ട് എപ്പോഴും കേൾക്കുകയും കാണുകയും ചെയ്യുന്നത് വർണ്ണപ്പകിട്ടിൽ വളരെ പ്രണയസുന്ദരമായിട്ടുള്ള അടിച്ചുപൊളി പാട്ടായിട്ടാണ്. അതിപ്പോൾ ഒത്തിരി സംഗീതാത്മകമായിട്ട് ഞാൻ കേൾക്കുന്നത് കുറച്ചും കൂടെ ടെമ്പോ കുറച്ച് പാടിയെന്ന് എനിക്ക് തോന്നുന്നു. അതിൽ കുറച്ചുകൂടെ ഫാസ്റ്റായിട്ടാണ് ആ സിനിമയിൽ പാടുന്നത്. ഇങ്ങനെ കേൾക്കുമ്പോഴാണ് അത് ഈ വിധത്തിൽ ആസ്വദിക്കാൻ പറ്റുന്നത്.